ആത്മീയ ജീവിതത്തിന്റെ ആദ്യകാലം മുതൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഒരു വ്യക്തി, കേട്ടറിവിൽ നിന്നാണ് ഞാനിത് പറയുന്നത്, എങ്കിലും ഞാൻ കണ്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിന് ആദ്യം ഒരു സഹായി ഉണ്ടായിരുന്നു, ഒരു CSI കാരൻ, ഒരു കങ്കാണി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഒരു CSI കാരനായിരുന്നു. അയാൾ വലിയ ഭക്തനായിരുന്നു. ദൈവത്തിന്റെ ഒരു പ്രവാചകനോട് ഇടപെടുന്നത് പോലെയാണ് താൻ കൂടെ ഉണ്ടായിരുന്ന കാലം മുഴുവൻ അദ്ദേഹം ടോം ബ്രദറിനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. There was a worker in Tom Brother's land who was a CSI, and he had great respect for Tom Brother and dealt with him as he is a prophet of God. അതിനുശേഷം രണ്ടാമത് ആ കങ്കാണി പോയി കഴിഞ്ഞാൽ ടോം ബ്രദറിനോട് ഇന്നുമുള്ളൊരു വ്യക്തിയാണ് പാൽരാജ് എന്ന് പറയും. ആ മനുഷ്യൻ ടോം ബ്രദറിനെ കാണുന്നത് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ, തോട്ടത്തിലെ ജോലി ഉത്തരവാദിത്ത സ്ഥാനം നോക്കുന്ന ആളാണ്. ആ മനുഷ്യനും കർത്താവിന്റെ ദാസനെ കാണുന്നത് ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനെ കാണുന്നത് പോലെയാണ്. After that man, another manager, Paul Raj, came. He also sees Brother Tom as a man of God. ടോം ബ്രദർ കണ്ണൂര് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയൊരു ശുശ്രൂഷയില് ഏപ്രിൽ മാസത്തില് ഇങ്ങനെ പ്രസംഗിച്ചു. അദ്ദേഹം ഏപ്രിൽ മാസത്തില് ആദ്യത്തെ ആഴ്ചയിൽ തന്റെ തോട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ വലിയ വെയിലാണ്. ആ നാട്ടില് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ വെയിലുണ്ടാകുന്ന സ്ഥലമാണ്. In the last Kannur service, Brother Tom said that when he went to his land in the month of April, during that time there is severe sun. അദ്ദേഹം ഏപ്രിൽ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ സൂപ്പർവൈസർ ആയിട്ടുള്ള പാൽരാജ് അവിടെ കൊമ്പുകളുടെയൊക്കെ ശിഖരം മുറിപ്പിക്കുകയാണ്. In the first week of April, when Brother Tom went to his land, his manager was cutting the branches of trees. എന്തിനാണ് ഇപ്പോൾ ഈ ശിഖരം മുറിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം ടോം ബ്രദറിനോട് മറുപടി പറഞ്ഞു, മഴ നേരത്തെ വരും. When he asked, why are you cutting the branches, that man said to Brother Tom, early rain will come. നിങ്ങളിൽ പലരും ആ സാക്ഷ്യം കേട്ടിട്ടുള്ളതാണ്. Many of you have heard that testimony. ഏപ്രിൽ മാസത്തിലെ അദ്ദേഹം മരങ്ങളുടെ എല്ലാം കൊമ്പ് മുറിക്കുകയാണ്. In the month of April itself, he was cutting the branches of trees. ആ മനുഷ്യൻ വിചാരിച്ചതുപോലെ മെയ് മാസത്തിന്റെ ആദ്യ ആഴ്ച മുഴുവനും അവിടെ ശക്തമായ മഴയായിരുന്നു. As that man has thought, in the first week of May there was severe rain. ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്ന ചില ആളുകൾക്ക് ഉണ്ടാകാത്ത തിരിച്ചറിവ് ആ മനുഷ്യനുണ്ടായി. The people who come to pray, the realization which they don't have, that man had that realization. മെയ് മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. In the first week of May we were there. അതിശക്തമായ മഴ. There was heavy rain. മഴയുടെ ശബ്ദം കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പോലും സാധ്യമല്ലാതെയായി. We couldn't even hear our prayers because of the sound of the rain. ഞാൻ എന്നൊരു കാര്യം അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. That time I realized one thing. 2020 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ടോം ബ്രദർ അവിടെ ഒരിക്കലും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. In 2020 May 24, Brother Tom prayed for rain in that place. അന്ന് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും, ശുശ്രൂഷ ചെയ്യുന്ന പലരും അന്ന് ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. That was a prayer for our community and many people who pray here. 2020 ഏപ്രിൽ അവസാനത്തെ ദിവസങ്ങളിൽ അവിടെ മഴ പെയ്തു. In the last days of May 2020 rain came. 2021 അതേ സമയത്ത് മഴ പെയ്തു. In May 2021 at the same time it rained. 2022 അതേ സമയത്ത് അവിടെ മഴ പെയ്തു. In 2022 as well at the same time of May it rained there. അപ്പോൾ കൃഷി ചെയ്യാനാണെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്ക് ഒരു കാര്യം ആത്മാവ് കൊടുത്തു. എന്ത് കൊടുത്തു? പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ ദാസനാണ്, ഈ വർഷവും മഴ കൃത്യസമയത്ത് പെയ്യുക തന്നെ ചെയ്യും. That time the Spirit of God gave a conviction to that man that it was a servant of God who prayed, so the rain will occur at the same time. ഞാൻ അവിടെ വെച്ച് കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഇവിടുത്തെ കാലാവസ്ഥ മാറി. At that time I told to the servant of the God, the weather has changed here. വളരെ പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, കാലാവസ്ഥയെല്ലാം മാറി, ഇതെന്റെ ദാസന്റെ വചനം മാംസം ധരിക്കുന്നതാണ്. That time I realized it is not the weather that has changed, but it is the word of the servant of God taking flesh. വാസ്തവത്തിൽ ഞാൻ സ്തബ്ധയായി പോയി. In fact I was stunned. ഞാനത് പറയുന്നതിന് ഒരു മിനിറ്റ് മുമ്പേ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. Before saying that I should have realized പക്ഷേ എനിക്കതൊരു ഉറപ്പായി മാറി. But that became a strong foundation. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചറിയുകയാണ്, കർത്താവിന്റെ ദാസന്റെ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ് ആര് അദ്ദേഹത്തിന്റെ അഭിഷേകത്തെ നോക്കുന്നുവോ അത് വലിയൊരു അനുഗ്രഹത്തിന്റെ വാതിലാണ്. But I realize that whoever realizes and looks at the anointing of the servant of God, it is a door of blessing. ഇന്നലെ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ക്രൗഡിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു. Yesterday we 3 of us came in among the crowd for prayer. ഞാൻ അഭിഷേകം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രാർത്ഥിച്ചു. I was giving the anointing to you and praying. കർത്താവിന്റെ ദാസൻ നിശബ്ദനായിരുന്നു. The servant of God was silent. പക്ഷെ കർത്താവിന്റെ ദാസനെ വിളിച്ചതുകൊണ്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് അറിയാമായിരുന്നു,
ദൈവം എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. But since the servant of God called me, I knew something. God was willing to do something. എന്റെ കണ്ണുകളിൽ ഒരു കാഴ്ച പതിഞ്ഞു. ആ കസേരയിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. I saw a girl sitting in the chair. ടോം ബ്രദറിന്റെ കൈ ആ പെൺകുട്ടിയുടെ തലയിൽ വെച്ചിട്ടുണ്ട്. Brother Tom placed his hand on her head. എനിക്ക് തോന്നിയത് ആ പെൺകുട്ടി ബുദ്ധിമാന്യമുള്ള, അതായത് തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമാകാത്ത അവസ്ഥയിലാണ്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. When I saw her, I thought that girl didn't have full brain development. ഞാനും അവിടെ സമീപത്ത് നിൽക്കുകയാണ്. I too was standing near them. പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ട്, But within a minute, within a minute, ആ പെൺകുട്ടി രൂപം മാറി. that girl changed ആ her form. പെൺകുട്ടിക്ക് വിടുതൽ സംഭവിച്ചു. She got deliverance. അവളാണ് ഇന്നലെ ആദ്യം എഴുന്നേറ്റ് ഇങ്ങോട്ട് ഓടി She വന്നത്. was the one who came running here first. സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞ പെൺകുട്ടി. The one who testified that she was not able to talk. കർത്താവ് അത്ഭുതകരമായിട്ട് അവളെ സുഖപ്പെടുത്തുകയാണ്. God healed her miraculously. എന്റെ പ്രിയമുള്ളവരെ, ഈ അഭിഷേകത്തെ താങ്ങി നിർത്തിയത് പരിശുദ്ധ മറിയമാണ്. My dear ones, it was Mother Mary that ഈ helped us 35 anointing. വർഷത്തെ സർവീസിൽ 26 വർഷത്തിലധികം സഭ എതിർക്കുകയാണ്. In this 35 years of service, for 26 years, the സഭയുടെ church was എതിർപ്പെന്ന് against. പറഞ്ഞാൽ വിഴുങ്ങിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ, ഇല്ലാതാക്കി കളയാൻ എന്തെല്ലാം ചെയ്യാമോ, അറിഞ്ഞോ അറിയാതെയോ അധികാരികൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. The opposition of church means they can swallow us, make us not there. They can do whatever. അവർക്ക് അധികാരം നൽകിയ അതേ ദൈവം തന്നെ കർത്താവിന്റെ ദാസനെയും സംരക്ഷിക്കുന്നത് കൊണ്ട് ഇന്നൊരു പോറലും ഏൽക്കാതെ ദൈവം നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. Since the same God who gave them authority is protecting the servant of God, he is going through without any scratch. അവർക്ക് അധികാരം ലഭിച്ച അതേ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അതേ പരിശുദ്ധാത്മാവ്, അതേ അധികാരം, അതേ ശക്തി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ദാസൻ വിശ്വസ്തനായതുകൊണ്ട് പരിശുദ്ധ മറിയം എന്ന പരിച ഈ അഭിഷേകത്തെ കർത്താവിന്റെ ദാസനെ സംരക്ഷിക്കുകയാണ്. Since the servant of the God also got the same authority and protection from the throne of God, and ഈ he is കഴിഞ്ഞുപോയ faithful. 35 വർഷക്കാലം ലോകം അറിയാതിരുന്ന ഈ അഭിഷേകത്തെ നാളെ ലോകം കണ്ണു തുറന്ന് കാണാൻ പോവുകയാണ്. The anointing which was not known by the world, for tomorrow the world will open its eyes and see. ദൈവത്തിന്റെ വലിയ ശക്തി കർത്താവിന്റെ ദാസനിലൂടെ, പ്രത്യേകിച്ച് നരകത്തിന്റെ മേൽ പരിശുദ്ധ മറിയത്തിനുള്ള അധികാരം എല്ലാ ലോക രാഷ്ട്രങ്ങളിലും കർത്താവിന്റെ ദാസനിലൂടെ ആധിപത്യം എടുക്കാൻ പ്രഘോഷിക്കപ്പെടാൻ പോവുകയാണ്. The authority of Mother Mary on hell is going to take through the servant of God upon all nations. നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. You should do two things. ഒന്ന്, നിങ്ങൾ ഇവിടെ നിന്ന് തിരികെ പോകുന്നതിന് മുൻപ് നിങ്ങൾ അനുഗ്രഹീതരാകണം. One, before you go from here, you should be നിങ്ങളുടെ blessed. രോഗങ്ങൾക്ക് നിങ്ങൾ സൗഖ്യം പ്രാപിക്കണം. You should receive healing for your നിങ്ങളുടെ diseases. ബന്ധനങ്ങൾക്ക് നിങ്ങൾ വിടുതൽ You പ്രാപിക്കണം. should gain deliverance for your നിങ്ങളുടെ bondages. പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കർത്താവിനെ പരിഹാരമായി You സ്വീകരിക്കണം. should receive the Lord as a remedy for your നിങ്ങളുടെ എല്ലാ problems. ജീവിത പ്രശ്നത്തിനും ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. Holy Spirit is the answer for all your problems. കഴിഞ്ഞുപോയി 26 വർഷക്കാലം പരിശുദ്ധാത്മാവായ ദൈവം എന്റെ കൂടെ ഉണ്ട്. For the past 26 years, Holy Spirit is with എന്റെ me. ജീവിതകാലത്ത് 26 വർഷം ഞാൻ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടൊരു വ്യക്തിയാണ്. For the 26 years of my life, I have seen the miraculous deeds of Holy Spirit. ദൈവം എന്നോട് നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ അല്ലാതെ ഇനി ഒരിക്കലും ഞാൻ മറ്റൊന്നും ആവശ്യപ്പെടുകയില്ല. If God asks me what do you want, I will never ask anything except the Holy Spirit. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിന് എല്ലാത്തിനും മനുഷ്യ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുകയാണ്. The Holy Spirit is leading me through things which cannot be understood by human brain. എന്റെ ജീവിതത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വചനവേദികൾ തന്നു. The Holy Spirit who came into my life gave me stages of the word of God. പരിശുദ്ധാത്മാവ് എന്റെ സാന്നിധ്യത്തിലൂടെ, എന്റെ കൈകളിലൂടെ അനേക ആയിരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ചു. The Holy Spirit appointed me to experience people experiencing him through me. ലോകത്തിലെ ഏകദേശം 52-ലധികം രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. Holy Spirit helped me to travel the world across 52 countries with the word of എന്റെ God. ജീവിതത്തിൽ എന്റെ അധരത്തിൽ നിന്ന് വന്ന വാക്കുകളെ എല്ലാം പരിശുദ്ധാത്മാവ് മാംസം ധരിപ്പിച്ചിട്ടുണ്ട്. The words that came out of my mouth, the Holy Spirit made it flesh. 2008 തൃശ്ശൂർ ചൂണ്ടലിൽ നടന്ന ഒരു ധ്യാനത്തിനിടയിൽ എന്റെ ചിന്തയിൽ പോലും വരാത്തൊരു വാചകം ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ധ്യാന പ്രസംഗത്തിനിടയിൽ ഞാനൊരു 2008 അവസാനമാണത്, ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഒരു വർഷം, അതായത് 2009 മുഴുവൻ ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കും. ഒരു വർഷം ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കഴിയുമ്പോൾ കർത്താവ് എന്നെ ഇസ്രയേലിൽ, കർത്താവ് ജനിച്ച രാജ്യത്ത് കൊണ്ടുപോകും. പരസ്യമായിട്ടാണ് പറയുന്നത്. In the year 2008, at that time of a retreat, I said that for 1 year, 2009, I will work for the Lord. After that, God will take me to Israel. വാസ്തവത്തിൽ എൻ്റെ അധരത്തിലൂടെ ആ വാക്ക് പുറത്തു വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? In fact, when the words came out of my mouth, അങ്ങനെ ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടായിരുന്നോ? I thought, do I have a desire like that? ഉണ്ടായിരുന്നിരിക്കാം.
Maybe I had, പക്ഷെ എൻ്റെ ഓർമ്മയിൽ അത് ശക്തമായിരുന്നില്ല. but it wasn't strong in my memory. ഞാൻ ആ സ്റ്റേജിൽ ആ പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് In the stage when I was ending my ആ preaching, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഓടി കയറി സ്റ്റേജിലേക്ക് വന്നു. one person who was taking part in the retreat came to the അദ്ദേഹം stage. എന്നോട് പറഞ്ഞു, നമുക്ക് ഈ വർഷം തന്നെ കർത്താവിന്റെ നാട്ടിൽ പോകാം. He said to me, this year itself, let us go to the Holy കർത്താവിന്റെ Land. ദാസനെയും കർത്താവിന്റെ ദാസിയെയും എന്റെ കുടുംബം സ്പോൺസർ ചെയ്തോളാം. My family will sponsor for the servants of the Lord. നമുക്ക് അടുത്ത മാസം പോകാൻ സാധിക്കും. We can go in the next month. ഈ വർഷം തന്നെ നമുക്ക് പോകാൻ സാധിക്കും. This year itself we can go. ഞാൻ ഒന്നും സംസാരിച്ചില്ല. I didn't say a thing കാരണം ഞാൻ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. because I was thinking about the words that I പിന്നീട് അത് spoke. ഞാൻ മറന്നുപോയി. After that I forgot about എന്റെ that. ഓർമ്മയിലേക്ക് അത് ഒരിക്കലും വന്നില്ല. It didn't come into my memory. 2009 ഒരു വർഷം കടന്നുപോയി. 2009 passed. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്കിന് രണ്ടാമത് ഓർമ്മയിൽ വന്നില്ല. It didn't come to my memory after saying that. 2010 ജനുവരി മാസം 1-ാം തീയതി 1-ാം മണിക്കൂറിൽ പ്രഭാതത്തില് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം. In the year 2010, the first hour of January 1st, the Spirit of God said to me, you should start your preparations to travel to Jerusalem. 2008 പറഞ്ഞതുപോലെ As I said in 2008, കർത്താവിന്റെ ആത്മാവ് അത് ഓർത്തിരുന്നു. the Spirit of God remembered it. കർത്താവിന്റെ ആത്മാവ് അത് ഓർത്തിരുന്നു. The Spirit of the Lord remembered it. ഞാൻ മറന്നുപോയിരുന്നു. I forgot about it. ഞങ്ങൾക്ക് ആദ്യ യാത്രയില് ഞങ്ങൾ അത്രയും വർഷങ്ങൾ ചേർന്ന് നിന്ന് ഓരോരുത്തരെ ഉൾപ്പെടുത്താൻ 1 മാസം എടുത്തു. പുതിയ പാസ്പോർട്ടുകൾ, യാത്ര അനുബന്ധ രേഖകളെല്ലാം ക്രമീകരിക്കാൻ. 2010 ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ ഇസ്രായേലിലേക്ക് സ്പിരിഡജീസിന്റെ ആദ്യത്തെ യാത്ര, കർത്താവ് ജനിച്ച മണ്ണിലെ ആദ്യത്തെ യാത്ര. In 2010 February 1st week, we first time Spiritus went to the Holy Land. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു 12-ലധികം തവണ ഇസ്രായേലിലേക്ക് യാത്ര പോയിട്ടുണ്ട്. After that we have gone more than 12 times to Israel. ഞങ്ങൾ ഇസ്രായേലിൽ ചെല്ലുന്ന ഓരോ തവണയും അവിടെ വെച്ച് കർത്താവിന്റെ ദാസൻ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. Every time we go to Israel, the servant of the Lord has been anointed. ഓരോ ദേവാലയത്തിലും വെച്ച് ടോം ബ്രദർ ഓരോ യാത്രകളിലും വ്യത്യസ്തമായ രീതിയിൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. During each travel and in each church, in different ways, the servant of God has been anointed. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിനു മുമ്പിൽ വെളിപ്പെടാത്ത അനേക നിഗൂഢ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ അഭിഷേകം. My dear ones, this anointing is a treasure of secrets which has not പരിശുദ്ധ been revealed to മറിയമാണ് the ഇത് world. സംരക്ഷിക്കുന്നത്. It is Mother Mary who protects this. പരിശുദ്ധ മറിയമാണ് ഇത് നിയന്ത്രിക്കുന്നത്. It is Mother Mary who controls this. പരിശുദ്ധാത്മാവും വചനവുമാണ് കർത്താവിന്റെ ദാസനെയും ഈ സമൂഹത്തെയും ഞങ്ങളെ നയിക്കുന്നത്. It is the word of God and Holy Spirit that leads us and the servant of God and this community. 18-12 വർഷങ്ങൾ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നിഷേധിക്കപ്പെട്ട സഹോദരങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. There are brethren among us who have been denied the Holy Communion for 12 and 18 എന്നിട്ടും ഒരു years. കുർബാന പോലും മുടക്കാതെ എല്ലാ ഞായറാഴ്ചയും ആ ദേവാലയത്തിൽ പോയി അവിടെ നിന്ന് കുർബാന കൂടി. സ്പിരിഡജീസ് ആയതുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല. അവിടെ നിന്ന് 18 വർഷമൊക്കെ നിൽക്കുക, 12 വർഷമൊക്കെ നിൽക്കുക, മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? Still without making any hindrance to the mass, they went every Sunday to the Holy Mass and took part in it for 18 and 12 years. ഞങ്ങൾ ഒരിടത്തും ധർണയ്ക്ക് വന്നില്ല. In any place we have not come. ഞങ്ങൾ ഒരിടത്തും പ്രക്ഷോഭത്തിന് വന്നില്ല. We didn't come with anger in any place. സത്യവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച ഒരു മനുഷ്യനും ജ്ഞാനസ്നാനം സ്വീകരിച്ച ജ്ഞാനസ്നാന മുദ്ര ഇല്ലാതാക്കാൻ ലോകത്തിലെ ഒരു അധികാരിക്കും സാധിക്കില്ല. No authority in this world can take away the sign of baptism. സഭയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുവാൻ സഭയ്ക്ക് അധികാരമില്ല. The church doesn't have the authority to say that it has എന്നിട്ട് expelled പോലും us. നല്ല ഒരു തുക കൊടുത്തുകൊണ്ട് ഒരു പത്രത്തിന്റെ പകുതി ഭാഗം എടുത്ത് സ്പിരിഡജീസിനെ പുറത്താക്കിയെന്ന് പത്രപരസ്യം നടത്തി സഭയുടെ അധികാരികൾ. Still the authorities of the church proclaimed in the newspaper that they have put us out of the church. സഭയുടെ നിയമപ്രകാരവും കാനാൻ നിയമപ്രകാരവും ഒക്കെ അതിനപ്പുറം ഒരു നീതിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. It is not because we don't have a knowledge that there is a law and justice above the church. കർത്താവിന്റെ ദാസൻ നിശബ്ദനായിരുന്നു. The servant of the Lord was silent. ആയതിനാൽ തന്നെ ഞങ്ങളും നിശബ്ദരാണ്. Hence we too are silent. ഞങ്ങൾ ഒരിടത്തും പ്രക്ഷോഭത്തിന് വന്നില്ല. We didn't come for fight in any ഞങ്ങൾ place. ഒരിടത്തും എതിർക്കാൻ വന്നില്ല. We didn't oppose in any place. ഞങ്ങൾ ഒരിടത്തും ധർണകൾ നടത്തിയില്ല. We didn't do protest in any ഞങ്ങൾ ഒരു place. അധികാരിയെയും ചോദ്യം ചെയ്തില്ല. We didn't question anyone. എന്നിട്ടും ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സഭയിൽ എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. Still what things happen in the church. യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നമുണ്ടായപ്പോൾ എന്റെ ഹൃദയം വളരെയേറെ വേദനിച്ചു. ടോം ബ്രദർ അതിലേറെ വേദനിച്ചു പ്രാർത്ഥിച്ചു. In the Jacobite Orthodox problem came, both me and Tom brother, we were very much grieved and prayed for ഞാനെന്ന them. സീറോ മലബാർ സഭയിലേക്ക് നോക്കി. I looked at the Syro Malabar Church.
അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. There was no place that there's such a problem will കാരണം ഒരു occur there, അധികാരത്തിന്റെ കീഴിലാണ്. because they are under authority. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി അർപ്പിക്കപ്പെട്ട എല്ലാ ജാതി ജനതകൾക്കുമുള്ള ഒരു ബലിയുടെ പേരില് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? But now what is happening in the name of a sacrifice that has been offered for യേശു everyone? ജീവിച്ചിരുന്ന കാലത്ത് യേശുവിനെ വചനം പറഞ്ഞ് പിശാച് പരീക്ഷിച്ചുവെങ്കിൽ അതേ വചനം തന്നെയാണ് ഇന്ന് വചനം ലംഘിക്കുമ്പോൾ നാശവും തകർച്ചയുമായി മാറുന്നത്. Now when you disobey the commandments of God, it becomes destruction to you. അന്തഛിദ്രമുള്ള രാജ്യമോ ഭവനമോ നിലനിൽക്കുകയില്ല. A house or city divided against itself will not സഭയിൽ stand. ഒരിക്കലും ഛിദ്രങ്ങൾ ഉണ്ടാകരുത്. There should be no division in the church. അധികാരികൾക്കിടയിൽ ഛിദ്രങ്ങൾ There ഉണ്ടാകരുത്. should be no division among the authorities. വിശ്വാസികൾക്കിടയിൽ ഛിദ്രങ്ങൾ There ഉണ്ടാകരുത്. should be no division among the believers. അവസാന യുദ്ധത്തില് പിശാചിനെ ജയിക്കുവാൻ വലിയ വിശ്വാസം, വലിയ ഐക്യം നമുക്ക് ആവശ്യമാണ്. We need great unity and faith to wage war ഇന്ന് against ഐക്യവും Satan. സ്നേഹവും നഷ്ടപ്പെട്ടു പോകുന്ന സഭയില് ആദിമ സമൂഹത്തിന്റെ പരിശുദ്ധിയോടെ ദൈവം സ്പിടജീസിനെ ഉണർത്തുകയാണ്. When unity and love is lost in the church, the Holy Spirit is awakening spirit in Jesus. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആദിമ സമൂഹം, വിശ്വാസികളുടെ സമൂഹം ഏകമനസ്സും ഏകാത്മാവുമായിരുന്നു. The early believers who received the Holy Spirit, they were one mind and one soul. ഇന്ന് ഈ കൂട്ടായ്മയുടെ അഭിഷേകത്തിലേക്ക് വന്നിട്ടുള്ള നിങ്ങൾ യാക്കോബായ, CSI, മാർത്തോമ, അല്ലെങ്കിൽ നിങ്ങൾ വിജാതീയരോ ഹിന്ദു മുസ്ലിമോ ജൈനമതമോ ബുദ്ധമതമോ നിരീശ്വരവാദിയോ നിങ്ങൾ ആരുമാകട്ടെ, നമ്മളെല്ലാവരും ഈ ഐക്യത്തിൽ യേശുവിലേക്ക് വരുമ്പോൾ ഏക മനസ്സുള്ളവരായിരിക്കണം. Now when you come into Jesus, whoever you may be, whichever religion you might ഏക belong to, സ്നേഹമുള്ളവരായിരിക്കണം. you should be of one love, കാരണം നമ്മൾ ഏക ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. because we are all standing for നമുക്ക് one ഒരേ goal. ഒരു രക്ഷകനേ ഉള്ളൂ. We have only one നമുക്ക് Savior. ഒരേ ഒരു നാമമേ ഉള്ളൂ, We have only one name, യേശു എന്ന നാമം. the name of Jesus. സഭയ്ക്ക് സ്പിരിറ്റജീസിനെ സ്വീകരിക്കാൻ, ഈ അഭിഷേകം സ്വീകരിക്കുവാൻ ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് ഞാൻ I പ്രാർത്ഥിക്കുകയാണ്. pray that may God give the grace to the church to accept Spirit in Jesus. ഇന്ന് സഭയുടെ അടിസ്ഥാനങ്ങളെ കുലുക്കുമാറുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സഭയ്ക്ക് വന്നൊരു പരാജയമാണ് ശരിയായ വിശുദ്ധീകരണത്തിന്റെ ഒരു വഴിയെ സഭ ആദ്യം അടച്ചു മാറ്റിവെച്ചു. It is a great defeat to the church that the first itself it closed the door of ദൈവം അവരുടെ കണ്ണുകൾ sanctification. തുറന്നു കൊടുക്കട്ടെ. May God open their eyes. ദൈവം അവരുടെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കട്ടെ. May God enlighten their eyes. ഇന്ന് കൗദാശിക ജീവിതത്തിൽ അടിയുറച്ച വിശുദ്ധ കുർബാനയും പത്രോസിന്റെ പരമോന്നത അധികാരത്തെ ഏറ്റുപറഞ്ഞ് അതിനെ അംഗീകരിച്ച് വിശുദ്ധ പത്രോസിന്റെ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴില് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവരാജ്യത്തിലെ അംഗമായി രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമായി നിലനിൽക്കുന്ന കർത്താവിന്റെ ദാസനും സ്പിടഞ്ചീസും വരും കാലങ്ങളിൽ ശക്തിയോടെ പരിശുദ്ധ കന്യകയുടെ അഭിഷേകത്തില് ലോകരാഷ്ട്രങ്ങളുടെ മേൽ പ്രശോഭിക്കുക തന്നെ ചെയ്യും. The Spirit in Jesus anointing and the servant of God through the Mother Mary will prevail against all the nations. ഞങ്ങൾ ഒരു സഭയ്ക്കും എതിരല്ല, We are not against any നാളെ church. എതിരാവുകയുമില്ല. We won't become, കാരണം സഭ ഞങ്ങളുടെ അമ്മയാണ്. because church is our mother. ഉദാശകളാണ് ഞങ്ങളുടെ ജീവിതം നിലനിർത്തുന്നത്. It is the sacraments that keep our ഓരോ life. ഈ കൂട്ടായ്മയിൽ ഓരോ മകന്റെയും ജീവൻ പരിശുദ്ധ കുർബാനയിലാണ്. In this community, everyone's life is in the Holy Communion. ഞങ്ങൾ സത്യസഭയാണ്. We are the true church, കാരണം ഞങ്ങൾ ശ്ലൈകികമായ എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നു, because we accept all faith. എല്ലാ പഠനങ്ങളെയും മുറുകെ പിടിക്കുന്നു. We hold fast to all teachings. കോറിന്തോസിലെ സഭയെ കുറിച്ച് പറയുകയാണ്, മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സ്നാനം സ്വീകരിക്കുന്ന ഒരു പതിവ് കോറിന്തിലെ സഭയിൽ ഉണ്ടായിരുന്നു. In the church of Corinth, there was a custom that the people who were alive received baptism for the dead ആദിമ ones. സമൂഹത്തില് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള വലിയ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. In the early church, there was prayer for the dead people. ഇന്ന് ആദിമ സഭയുടെ അതേ ചൈതന്യത്തിലാണ് സ്പിരിറ്റജീസ് നിലനിൽക്കുന്നത്. Now, Spirit and Jesus standing in the same spirit of the early church. ആദിമ സമൂഹം ഏക മനസ്സുള്ളവരായിരുന്നു. The early church had one mind. അവര് തങ്ങൾക്കുള്ളതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതി. They considered everything that they had as a loss. ആദിമ കത്തോലിക്ക സമൂഹത്തെ കുറിച്ച് പറയുകയാണ്, അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചു. It is said about the early believers that whatever they had, they sold ഇന്ന് ഈ it and gave it കൂട്ടായ്മയിൽ to the നിൽക്കുന്ന apostles. ഓരോ വ്യക്തികളും കുടുംബങ്ങളും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് എല്ലാം ശൂന്യവൽക്കരിച്ച് കർത്താവിന്റെ ദാസനോട് ചേർന്ന് ഈ വലിയ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. The people in this community, they have emptied themselves out of everything and are standing with the servant ആദിമ of God. സമൂഹത്തിന്റെ അതേ ശൂന്യവൽക്കരണം ഓരോ സ്പിരിറ്റജീസ് കുടുംബങ്ങളും വ്യക്തികളും നടത്തിയിട്ടുണ്ട്. Every Spirit in Jesus family and individuals have done that empty ലോകത്തിന്റെ themselves. അംഗീകാരം ഒരു കാരണം പരിഗണനയായിട്ട് ഞങ്ങൾ വെച്ചില്ല. We have never considered the acceptance of the ഒരു world. പ്രത്യേക സാഹചര്യത്തിലെ ടോം ബ്രദറിന്റെ മുമ്പിൽ രണ്ട് വഴികൾ ഉണ്ടായിരുന്നു. In a situation, Tom brother had two ways. ഒന്ന്, ടോം ബ്രദർ
അധികാരികളെ അനുസരിച്ചാൽ കത്തോലിക്ക സഭയിലെ ഒന്നാമത്തെ പേരെടുത്ത ശുശ്രൂഷകനായിട്ട് മാറാം. One, if you accept the authorities in the church, he can become the number one name in the മറിച്ച് church. ദൈവം പറയുന്ന കാര്യമാണ് സ്വീകരിക്കുന്നതെങ്കിൽ സഭയുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. Second one, if he obeys God, he will be excluded from the church. ടോം ബ്രദർ ശരിയായ വഴി തിരഞ്ഞെടുത്തു. Tom brother chose the right path. ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി He looked into the eyes of the Lord. അവിടുത്തെ കാൽപാദങ്ങളിൽ തന്റെ പാദങ്ങൾ ഉറപ്പിച്ചു. He kept his path and his footsteps. അവിടുന്ന് കാണിച്ച വഴിയിലൂടെ നടന്നു. He walked in the way God showed him. ദൈവത്തിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. He held fast the hands of God. കർത്താവ് ദാസനെ ചേർത്ത് നിർത്തി. The Lord hold him close. കർത്താവ് ദാസനെ വിശ്വസ്തനായിട്ട് കണ്ടു. The Lord saw him faithful. നാരകീയ ശക്തികൾക്കെതിരെ ശക്തിയേറിയ പരിചയായ മറിയത്തെ ഈ അഭിഷേകത്തെയും ദാസനെയും സംരക്ഷിക്കുവാൻ ദൈവം അയച്ചു കൊടുത്തു. God sent his anointing and Mother Mary to protect the servant against the assaults of hell. അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ എന്ന പോലെ ഇന്ന് സ്പിരിറ്റജീസന്റെ പരിശുദ്ധ മറിയമാണ്. Mother Mary is the shield of Spirit in Jesus and the ഓരോ servant of the സ്പിരിറ്റജീസസ് Lord. മക്കളുടെയും ആയുധം പരിശുദ്ധ ജപമാലയാണ്. The Holy Rosary is the weapon of every Spirit in ഓരോ Jesus. സ്പിരിറ്റജീസുകാരുടെയും ജീവൻ കുദാശയിലും പരിശുദ്ധ ജപമാലയിലുമാണ്. The life of every Spirit in Jesus in the sacraments and in the Holy നമുക്ക് Rosary. കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് Let us നിൽക്കാം. stand up before the Lord. ദൈവം വിശുദ്ധമായി സ്ഥാപിച്ച ഈ വലിയ സമൂഹം, This community that God established ഞാൻ in a ഒരിക്കൽ കൂടി holy way. പറയുകയാണ്, ദൈവം വിശുദ്ധിയിലാണ് ഈ കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമിട്ടത്. I'm saying once again, God established the അതുകൊണ്ടാണ് ഈ foundation. കൂട്ടായ്മ ഈ 36 വർഷത്തിലും നിലനിൽക്കുന്നത്. That is why it is there for 36 ലോകം അംഗീകരിക്കാതെ, without the world accepting സഭ it, അംഗീകരിക്കാതെ, without the church accepting ഒരു it. വലിയ വിഭാഗം സഭയിൽ ഈ അഭിഷേകത്തെ സ്നേഹിച്ച് അംഗീകരിച്ച് ഈ അഭിഷേകത്തെയും ടോം ബ്രദറിനെ ഓർത്ത് വേദനിക്കുന്ന വലിയൊരു സമൂഹം സഭയിൽ ഇപ്പോഴും ഉണ്ട്. There is a great part in the church that grieves over Brother Tom. ഒരു and വളരെ accepts ചെറിയൊരു സമൂഹമാണ് അന്ധമായിട്ട് എതിർക്കൊണ്ടിരിക്കുന്നത്. only a small community blindly opposes. സഭയിലെ പല അധികാരികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും ശരിയാണ്. Many authorities in the church have told me that whatever the servant of the God teaches is completely പക്ഷെ right. നമുക്കത് ആരോടും പറയാൻ സാധിക്കുകയില്ല. But we can't tell it to anyone. പറഞ്ഞാൽ ആരും If അംഗീകരിക്കുകയുമില്ല. we tell, no one will accept ഇത് it. സഭയിൽ കൊണ്ടുവരുവാൻ It സാധിക്കുകയില്ല. is not possible to bring it to the ദൈവത്തിന് church. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. If God will God be able to do ഞാൻ anything? ഇന്നും ഓർക്കുകയാണ്, ഒരു വലിയ സഭയിലെ വലിയൊരു ഉന്നത സ്ഥാനം വഹിച്ച ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴും ശക്തമായി നിൽക്കുന്നുണ്ടല്ലോ. ടോം ബ്രദറിനെ കുറിച്ച് പറഞ്ഞതാണ്. One person in the church told me about Tom brother. He is still standing strong. അതായത് അദ്ദേഹം ഇപ്പോഴും ശക്തനായി നിൽക്കുന്നതുകൊണ്ട് ദൈവം എന്തെങ്കിലും ഒന്ന് വലുതായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. That is because he is standing strong. God will do something great. എത്രയോ സന്യസ്തര് ഈ അഭിഷേകത്തെ സ്നേഹിക്കുന്നവരാണ്. There are many people who love this anointing. ഇന്നും എന്റെ കണ്ണ് കാണുന്നുണ്ട്, ടോം ബ്രദറിനെ അറിയുന്ന സന്യസ്തരായിട്ടുള്ളവര്, പ്രായമുള്ളവരൊക്കെ ഒരു മകനോടെന്ന സ്നേഹത്തോടെ, ഹൃദയം തുറന്ന് സ്നേഹത്തോടെ ഓടി വരികയാണ്. There are many elderly priests who run to him as he is a son. ഈ 35 വർഷം 26 വർഷം സഭ പരസ്യമായി ശക്തമായി ഭീഷണിപ്പെടുത്തി, ഇതിൽ പോയ കുർബാന തരില്ല, ഇതിൽ പോയ പള്ളിയിൽ നിന്ന് പുറത്താക്കും, ഇതിൽ പോയാൽ സ്പിരിറ്റജീസിൽ വന്നാൽ വിവാഹം നടത്തി തരില്ല. ഇങ്ങനെ സഭ എന്തിനെങ്കിലും എതിർത്തിട്ടുണ്ടോ? For the last 26 years, the church has threatened us gravely by saying, ഏതെങ്കിലും പാപത്തെ എതിർത്തിട്ടുണ്ടോ? has the church threatened or opposed സാത്താൻ any sin? ആരാധന എതിർത്തിട്ടുണ്ടോ? Have they opposed the Satan worship? വാസ്തവത്തില് തിരികെ ചിന്തിക്കണം, എന്തിനു അന്ധമായിട്ട് എതിർക്കുന്നു? In fact, we have to think, why are they blindly opposing? സ്പിരിറ്റജീസിൽ പോകുന്നവർ തിരിച്ചു എന്ന് മുട്ടുകുത്തുന്നത് സഭയുടെ ഇടവക പള്ളിയുടെ അൾത്താരയുടെ മുൻപിലാണെങ്കിൽ സഭയ്ക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? If the people who come to Spirit and Jesus are kneeling before the altar, what is the loss of the church? വർഷങ്ങളായിട്ട് കുമ്പസാരവും പ്രാർത്ഥനയും ഇല്ലാതെ നടക്കുന്ന മനുഷ്യര് സഭയുടെ അൾത്താരയുടെ മുൻപിൽ പോയി മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ അത് സഭയുടെ വിജയമാണ്. If people who are without communion and confession for years and are going back to kneel before അത് the altar, സംഭവിക്കുന്നത് സ്പിരിറ്റജീസിലൂടെ ആണെങ്കിൽ അതിനെ എതിർത്തിട്ട് കാര്യമില്ല. if it happens to Spirit and Jesus, there is no thing കാരണം for കർത്താവ് opposing it, ജയിക്കുക തന്നെ ചെയ്യും. because God will be victorious. 36ാമത്തെ വർഷത്തിലേക്ക് അഭിഷേകം പ്രവേശിക്കുമ്പോൾ When the anointing enters the 36th year, എന്റെ ബാല്യകാലത്തിലെ in my childhood, 26 വർഷം ഈ അഭിഷേകത്തോട് ചേർന്ന് നിന്ന വ്യക്തി എന്ന നിലയിൽ, as a person who stood with this anointing for 26 അതിലുമുപരി കഴിഞ്ഞ years, 26 വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ആഴത്തിൽ പഠിപ്പിച്ച ദൈവത്തിന്റെ മനസ്സറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ as a person who knows the mind of God, ഞാൻ പറയും, ദൈവം ഈ കൂട്ടായ്മയ്ക്ക് കർത്താവിന്റെ ദാസനിൽ അഭിഷേകത്തിന് അടിസ്ഥാനമിട്ടത് വിശുദ്ധിയിലും പരിശുദ്ധിയിലുമാണ്. I will tell that God laid the foundation of this community in holiness. പ്രമാണ ലംഘനങ്ങളുടെയോ കൊലപാതകത്തിന്റെയോ മദ്യത്തിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളുടെ ശാപത്തിന്റെ ഭാരം പേറിയിട്ടല്ല കർത്താവിന്റെ ദാസനിൽ ഈ അഭിഷേകം അടിസ്ഥാനം ചെയ്യപ്പെട്ടത്. The anointing was not laid upon the servant of the God
any breaking of the law. തലമുറകളിൽ ആരംഭിച്ച കടുത്ത മാതൃഭക്തിയിൽ പരിശുദ്ധ മറിയം ഈ അഭിഷേകത്തിന് അടിസ്ഥാനമിട്ടു. Mother Mary laid the foundation of this anointing beginning from ഇന്ന് us. സ്പിരിറ്റ് ജീസസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ മറിയത്തിന്റെ തണലിലാണ്. Now if Spirit and Jesus is standing strong, it is under the shade of Mother നമ്മുടെ Mary. രാജ്ഞിയായ മറിയം ഇറങ്ങി വരിക തന്നെ ചെയ്യും. Our Queen Mother Mary will come down. അവൾ നമ്മളുടെ മേൽ അഗ്നിയായി ജ്വലിക്കുക തന്നെ ചെയ്യും. She will shine in us as a flame. പരിശുദ്ധാത്മാവിന്റെ അഗ്നി പരിശുദ്ധ മറിയത്തോടൊത്ത് നമ്മളിൽ ജ്വലിക്കുക തന്നെ The ചെയ്യും. fire of the Holy Spirit through ഇവിടെ Mother Mary നിൽക്കുന്ന will നിങ്ങളും shine in നിങ്ങളുടെ us. സന്തതികളും കർത്താവിന്റെ ദാസനോടുകൂടെ ഓർക്കപ്പെടുകയും എണ്ണപ്പെടുകയും പരിഗണിക്കപ്പെടുകയും അനുഗ്രഹീതരായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray that may you and your ഈ children be അഭിഷേകത്തിൽ ദൈവം remembered. നിനക്ക് ഓഹരി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. May God give you ഈ inheritance അഭിഷേകത്തിൽ in this ദൈവം anointing. നിങ്ങൾക്ക് പങ്കാളിത്തം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അഭിഷേകത്തിൽ ദൈവം നിങ്ങളെ സ്ഥാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray that ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ രോഗശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. എല്ലാ രോഗങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ. എല്ലാ ശാപങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ. എല്ലാ തകർച്ചകളും നിങ്ങളെ വിട്ടുമാറട്ടെ. എല്ലാ ബന്ധനങ്ങളും നിങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ശാപങ്ങൾ വിട്ടുമാറട്ടെ. ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ വലതുകരം സ്വന്തം ശിരസിൽ വയ്ക്കുക. കർത്താവെ, രോഗസൗഖ്യത്തിന്റെ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം, രണ്ട് അഭിഷേകമാണ്. നിങ്ങളുടെ തലമുറകളിലൂടെ വന്നിട്ടുള്ള സകല ശാപങ്ങളും നിങ്ങളിപ്പോൾ അഴിഞ്ഞു പോകട്ടെ. ശാപശക്തികൾ തകർന്നു വീഴട്ടെ. പരിശുദ്ധ കന്യകയുടെ ജ്ഞാനത്തിന്റെ അഭിഷേകത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയിലും അധികാരത്തിലും ശാപങ്ങൾ തകർന്നു വീഴട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ.